ബലിപെരുന്നാൾ ദിനത്തിൽ കൊടപ്പനക്കൽ തറവാട്ടിൽ തങ്ങൾമാരെല്ലാം ഒത്തുചേർന്നിരിക്കുകയാണ്. ത്യാഗത്തിന്റെ സ്മരണ പുതുക്കിയുള്ള ബലിപെരുന്നാൾ ദിനത്തിൽ തങ്ങൾ കുടുംബത്തിന്റെ വിശേഷങ്ങൾ കൂടി പങ്കുവെക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന്. സമീർ, ഇപ്പോൾ കൊടപ്പനക്കൽ തറവാട്ടിലാണ് ഉള്ളതെന്ന് കരുതുന്നു. അവിടെ തങ്ങൾമാരെല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. നേരത്തെ മുനവറിൽ തങ്ങൾ പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് ത്യാഗത്തിന്റെ പെരുന്നാളാണ്. ബലിപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കുന്നതാണ് എന്നതാണ്. മതപണ്ഡിതന്മാർ ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുന്നതിന് സന്ദേശങ്ങളൊക്കെ നൽകുന്നു. എന്താണ് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള ബലിപ്പെരുന്നാൾ വിശേഷങ്ങൾ? സമീർ. ജി കെ, പെരുന്നാൾ സന്ദേശം എന്താണോ അതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, സ്നേഹം പങ്കിടുന്നു എന്നുള്ളതാണ്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലാണ് പാണക്കാട് തങ്ങൾമാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സാധിക്കുന്ന വിദേശത്തെ അദ്ദേഹം മാത്രമല്ല, ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. പെരുന്നാൾ സന്ദേശം ഇനി നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അതിന്റെ ദൃശ്യമാണത്. അതെ, പിന്നെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടലാണ് ഇതെല്ലാ കുടുംബങ്ങളും. പിന്നെ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ അത് കഴിഞ്ഞിപ്പോൾ ഇവിടെ കൊടപ്പനക്കൽ തറവാട്ടിൽ എത്തിച്ചേർന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കൊടപ്പനക്കൽ തറവാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതെ, എല്ലാ വർഷവും ഇങ്ങനെ ഇവിടെ ഈ ഒത്തുചേരൽ ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളിലൊക്കെ ഉണ്ടാവും. വർഷത്തിലുള്ള ഈ ഒരു സന്ദേശം, ഇത് സൗഹൃദം ഈ കുടുംബക്കാരുടെ അതുപോലെ ഇവിടെ എല്ലാ ജ്യേഷ്ഠ സഹോദരന്മാരും എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഒരു ചേരലിലൂടെയാണ് ഈ ഇത് കാണുന്നത്. അപ്പോൾ ത്യാഗത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ഒക്കെ ഈ ബലിപെരുന്നാൾ സന്ദേശം ആണ് എന്ന് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഈ ഇത് കടന്നു പോകുന്നു എന്നതാണ്. എല്ലാ പെരുന്നാളിലും ഈ ഒത്തുചേരലൊരു പതിവാണ്. തീർച്ചയായും അത് പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തുകൂടുന്ന ഒരു ദിവസമാണ്. നമ്മൾ തമ്മിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. രാവിലെ മുതൽ ഒരു ഉച്ച വരെ ഒരുമിച്ച് എല്ലാവരും നമ്മുടെ കുടുംബത്തിലെ സഹോദരന്മാരുടെ വീട്ടിലൊക്കെ പോയി, അതുപോലെ അയൽവാസികളുടെ വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ഒത്തുകൂടി എല്ലാത്തിനും ഭക്ഷണം ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ്. കാരണം പ്രത്യേകിച്ച് പിന്നെ ഇന്ന് പെരുന്നാൾ സന്തോഷിക്കേണ്ട ദിവസമാണ്. ആ സന്തോഷം നമുക്ക് കൂടുതൽ തരുന്നത് ഈ ഒരു കൂടിച്ചേരൽ കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുടുംബത്തിനും അതുപോലെ നാട്ടുകാർക്കൊക്കെ ഒരുമിച്ച് കൂടാൻ കഴിയുന്നൊരു സമയമാണ്. അതുപോലെ വലിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി തൻ്റെ ജീവിതം അർപ്പിച്ചത്. അത് നമുക്കൊക്കെ തൻ്റെ ജീവിതം നമുക്ക് അള്ളാഹുവിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ ലയിച്ചു ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം മകനെ അറക്കാൻ പറഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചത് അത് തൻ്റേതല്ലാത്തത് അള്ളാഹുവിന് വിട്ടുകൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ സമർപ്പണ ബോധത്തോടു കൂടി അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു ഓർമ്മ അതാണ് ഹജ്ജിലൂടെ എല്ലാവരും ഒരുമിച്ച് ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മന്ത്രം മോദി അറഫാ ദിനത്തിൽ ഒരുമിച്ച് കൂടിയാണ് ഹജ്ജ് പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു സ്മരണകളായിക്കൊണ്ട് നമ്മൾ ഓർക്കുമ്പോൾ ആ ഒരു ഒത്തുകൂടൽ അതിൻ്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ടാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആ ആഘോഷം നമ്മൾ ഒരുമിച്ച് ഒത്തുകൂടി ഇവിടെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കൂടിയിരിക്കുകയാണ്. തങ്ങൾ എങ്ങനെയാണ്, ഇനിയും അടുത്ത വീടുണ്ടോ അതോ കംപ്ലീറ്റ് ആയോ? ഇല്ല, ഇനിയുണ്ട്. ഞങ്ങളെല്ലാം സഹോദരങ്ങൾ വീട്ടിൽ പോയി ഒരു പെരുന്നാൾ ഇങ്ങനെ കൂടാറുണ്ട്. എല്ലാവരും പരസ്പരം ഒരുമിച്ച് കൂടും. നേരത്തെ പറഞ്ഞവർ ഇന്നാണ് എല്ലാവരും കാണാറുള്ളത്. കൂടുതൽ സമയം ചെലവഴിക്കാറും ഇന്നാണ്. ഈ ഒരുമിച്ച് കിട്ടുന്ന അപൂർവ സമയങ്ങളിലൊന്നായിരിക്കും പെരുന്നാളല്ലേ? അതെ, സാധാരണഗതിയിൽ ഞങ്ങൾ രാവിലെ പോയാൽ രാത്രിയേ വരുള്ളൂ. പരസ്പരം കുടുംബങ്ങൾ കാണാറില്ല. അപ്പോൾ പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രമാണ് പരസ്പരം നേരിട്ട് നാട്ടുകാരായിട്ടും സൗഹൃദം കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒരു സ്നേഹത്തിന് പങ്കിടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. തലമുറകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തങ്ങന്മാരൊക്കെ സാദിഖിൽ തങ്ങളുടെ മകൻ കൂടിയാണ് ഇവിടെ, പിതാവ് വിദേശത്താണ്. അതെ, ഹജ്ജിലാണുള്ളത്. ഇപ്പോൾ അതിന്റെ എല്ലാ രീതിയിലുള്ള സന്തോഷവും ഉണ്ട്. ഇപ്പോൾ മനോഹറിൽ തങ്ങളുടെ മകൻ കൂടിയാണ് അദ്ദേഹം. എങ്ങനെയുണ്ട് പെരുന്നാളൊക്കെ? ഉഷാറല്ലേ? ഉഷാറാണ്. വാപ്പൊക്കെ രാവിലെ പോയിട്ട് രാത്രി വരുന്നുണ്ടായി. പക്ഷെ പെരുന്നാളിന്റെ ടൈമിൽ നമുക്ക് ഒപ്പം കിട്ടുന്ന ഒരു സന്ദർഭമാണ്. സുഖമാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇത് ആശംസിക്കും. എല്ലാവർക്കും നല്ല സന്തോഷമുള്ള സമയം കൂടിയാണ്. നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടലും ഇപ്പോൾ ഒരു നല്ല സന്തോഷം. ഇങ്ങനെ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ എൻജോയ് ചെയ്യാനും ഒപ്പം ഇങ്ങനെ നടന്നു പോവുക, ഒപ്പം ഇങ്ങനെ കളിച്ചു പോവുക. ഒരു പെരുന്നാൾ, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളെങ്കിലും നമുക്കൊരു
ഭയങ്കര ഗ്യാതറിങ്ങും ഒരു ബോണ്ടൊക്കെ പിന്നെയും കൂടുന്ന ഒരു സമയം കൂടിയാണ്. ജിക്ക് അതിൽ ഏറ്റവും രസകരമായ കാര്യം ഇവർക്കൊക്കെ പിതാക്കന്മാരെ ഒരുമിച്ച് കിട്ടുന്ന വളരെ ചുരുക്ക സമയങ്ങളിൽ ഒന്നാണ് ഇതെന്നുള്ള അവരുടെ രസകരമായ അനുഭവം. കൊടപ്പനക്കൽ തറവാട്ടിൽ തങ്ങൾമാരെല്ലാം ഒത്തുചേർന്നിരിക്കുന്നു. ബലിപ്പെരുന്നാൾ ദിനത്തിൽ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കുന്ന ബലിപ്പെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും നൽകാനുള്ള ഒരൊറ്റ സന്ദേശമാണ് എന്നാണ് തങ്ങൾമാർ പറഞ്ഞത്. അപൂർവമായി മാത്രമാണ് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളും ഒത്തുകൂടലും ഉണ്ടാകുന്നത്. കാരണം തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇതുപോലുള്ള പെരുന്നാൾ ദിനങ്ങളിലാണ് ഒത്തുകൂടാറുള്ളതും ജനങ്ങളെ കാണാറുള്ളതും എന്നുമാണ് തങ്ങൾമാർ പറഞ്ഞത്. കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള ബലിപ്പെരുന്നാൾ ദിനത്തിലെ തങ്ങൾമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന്.